നിങ്ങൾക്ക് മഴ നനയുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരല്ലേ. ഇത് നിങ്ങൾക്ക് ഒരിക്കലും പറ്റിയ സ്ഥലമല്ല. ഹലോ, എൻ്റെ പേര് ഷെറിൻ. ഇന്ന് എൻ്റെ യാത്രകൾ വന്നെത്തിയിരിക്കുന്നത് കേരളത്തിൽ മഹാഭാരതവുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള മരങ്ങളും പുൽമേടുകളും പച്ചപ്പും പൂക്കളും നല്ല കാറ്റും കോടമഞ്ഞും നിറഞ്ഞ ഇടുക്കിയിലെ പാഞ്ചാലിമേടെന്ന് പറയുന്ന മലമുകളിലേക്കാണ്. അഡൾട്ടിന് ഒരു 25 രൂപ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് ചെന്നാൽ ആദ്യം കാണുന്നത് ഒരു പുരാതന ലുക്കുള്ളൊരു കൽമണ്ഡപമാണ്. വനവാസ കാലത്ത് പാഞ്ചാലിയും പാണ്ഡവരും, അതായത് ദ്രൗപദിയും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം. ഇവിടെ ഒരു പാഞ്ചാലി കുളമുണ്ട്, പാണ്ഡവ ഗുഹയുമുണ്ട്. ഈ ഗുഹയ്ക്കകത്ത് ഭീമന്റെ കാൽപ്പാടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുറച്ചും കൂടി മുകളിലോട്ട് ചെന്നതും കോടമഞ്ഞിന്റെ ശക്തി കൂടിക്കൂടി വന്നു. എന്നാലും കോടയ്ക്കുള്ളിൽ കൂടി കുരിശ് വെച്ചേക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ കേരളത്തിന്റെ മനോഹാരിതയും? കുരിശും അമ്പലവും പള്ളിയും എല്ലാം ഒരുമിച്ചുള്ള ഒരു നാട്. കുറച്ചും കൂടി മുകളിലേക്ക് ചെന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. മഴ പിന്നെ കൂടി കൊടുങ്കാറ്റായി. കൽമണ്ഡപത്തിന്റെ തൂണിൽ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് പറന്നു പോകാതെ രക്ഷപ്പെട്ടു. താഴെ എത്തിച്ചേരാൻ തന്നെ ഞങ്ങൾ കുറേ അധികം കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാലും ഇതൊരു നല്ല ട്രിപ്പ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോടമഞ്ഞും മഴയും തണുപ്പും പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് പാഞ്ചാലിമേട്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.